not the train, man. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിടയിൽ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിന്നൊരു ട്രെയിൻ യാത്ര പോയാലോ? സോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് മൊണ്ടാൽ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് സ്വീഡൻ്റെ വേറൊരു സ്ഥലമായ സ്കോവ്ഡയിലോട്ട് യാത്ര ചെയ്യാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല, ഞങ്ങൾ 2 ട്രെയിൻ മാറി കയറിയിട്ടാണ് പോണത്. സോ ഞങ്ങൾക്ക് പോകേണ്ട ആദ്യത്തെ ട്രെയിൻ എത്തി. ഇവിടുത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. സോ ഞങ്ങൾ അങ്ങനെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാനും പിന്നെ ആൾക്കാർ ഇറങ്ങാനും വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചൊന്ന് സെറ്റിലായ ശേഷം ട്രെയിനിൻ്റെ പുറത്തെ കാഴ്ചകളൊന്ന് കണ്ടിരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു പുറത്ത്. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോണത് ഗോതൻബർഗ് സ്റ്റേഷനിലോട്ടാണ്. ഇതുപോലത്തെ ട്രെയിൻ യാത്രകൾ ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മൊണ്ടാൽ സ്റ്റേഷനിൽ നിന്ന് ഗോതൻബർഗ് സ്റ്റേഷനിലോട്ട് വെറും 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ. മെയിനായിട്ടുള്ള യാത്ര അതിന് ശേഷമാണ് തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഗോതൻബർഗ് സ്റ്റേഷനിലോട്ട് എത്താറായി. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും പിന്നെ ഇതുപോലത്തെ ട്രാവൽ ഫെസിലിറ്റീസ് ആയാലും ഒക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അവസാനം ഗോതൻബർഗ് സ്റ്റേഷനിലോട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജൊക്കെ ആയിട്ട് പതുക്കെ പുറത്തിറങ്ങി. ഇനി ഞങ്ങൾക്ക് പോകാനുള്ള രണ്ടാമത്തെ ട്രെയിൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റേഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതൊക്കെയോ കോഫി ഷോപ്സൊക്കെ കണ്ടു, പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു സ്റ്റോറിലോട്ട് പോയി. ഈ സ്റ്റേഷൻ്റെ ഡിസൈനൊക്കെ കണ്ടപ്പോൾ ഏതൊക്കെയോ ബോളിവുഡ് സിനിമകളിൽ കണ്ട പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ സ്റ്റോറിൽ പോയി ഒന്ന് ചുറ്റും നന്നായിട്ടൊന്ന് നോക്കിയ ശേഷം ഞങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റത്തിൻ്റെ പ്രൈസ് ഒന്ന് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ പിന്നെ അത് വാങ്ങാനും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള അടുത്ത ട്രെയിനിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ ആ പ്ലാറ്റ്ഫോമിലോട്ട് നടന്നു. അങ്ങനെ ആ ട്രെയിൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുമ്പോഴാണ് ഞങ്ങളൊരു ഡബിൾ ഡക്കർ ട്രെയിൻ കണ്ടത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ ഡബിൾ ഡക്കർ ട്രെയിൻ ആയിരിക്കും ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ, പക്ഷെ ഒന്നും ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അതല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് നടന്നു. ട്രെയിൻ കയറുന്ന മുമ്പ് തന്നെ അവർ ടിക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ ഇതാണ്. അങ്ങനെ ഇതിലോട്ട് ഞങ്ങൾ കയറി. അങ്ങനെ കയറിയ ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലോട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം ഞങ്ങളുടെ സീറ്റിലോട്ട് എത്തി. സോ ഇനി 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ എത്തുന്നത്. ഈ ട്രെയിനിൻ്റെ സീറ്റൊക്കെ ഭയങ്കര കുഷനിങ് എഫക്റ്റും നല്ല കംഫർട്ടബിളും ആയിട്ട് തോന്നി. വേറെയും കുറേ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ ട്രെയിനിൻ്റെ പുറത്തെ കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ സ്കോവ്ഡേ സ്റ്റേഷനിലോട്ട് എത്തി.
മൊത്തത്തിലുള്ള ട്രെയിൻ ജേർണി ഭയങ്കര രസമായിട്ട് തോന്നി, ഭയങ്കര കിടുവായിട്ട് തോന്നി. അങ്ങനെ ഇവിടെ ഇറങ്ങി ഇവിടുന്ന് പോകാനുള്ള ടാക്സിക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.